ലേക്ക് സ്വാഗതം. സ്നേഹത്തിന്റെ അളവ് സ്നേഹത്തിന് അളവില്ല എന്നതാണ് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസിന്റെ വാക്കുകളാണിത്. അളവുകളില്ലാത്ത സ്നേഹം നമുക്കായി നൽകുന്ന ആ നല്ല നാഥനെ സ്മരിച്ചുകൊണ്ട് ജെയ്സ് ബാബു ആലപിക്കുന്ന യേശുവേ നീ എത്ര വലിയവൻ എന്ന ഗാനത്തോടെ നമുക്ക് നിറവാരംഭിക്കാം. യേശുവേ നീ എത്ര വലിയവൻ, യേശുവേ നീ എന്നും മതിയായവൻ. മാരകവ്യാധികൾ പടർന്നിടുമ്പോൾ ആകുലരാകും മക്കൾക്കായി, മാരകവ്യാധികൾ പടർന്നിടുമ്പോൾ ആകുലരാകും മക്കൾക്കായി ധൈര്യം പകരും ആശ്വസിപ്പിക്കും ഇരുതലവാളിനെ വെല്ലും വചനം. ധൈര്യം പകരും ആശ്വസിപ്പിക്കും ഇരുതലവാളിനെ വെല്ലും വചനം. യേശുവേ നീ എത്ര വലിയവൻ, യേശുവേ നീ എന്നും മതിയായവൻ. യേശുവേ നീ എൻ്റെ ജീവനാഥൻ. യേശുവേ നീ എൻ്റെ രക്ഷകൻ. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് മെർലിൻ ടീച്ചർ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. കാണാം തോട്ട്സ് ഫോർ ലൈഫ്. യഹോവ ശലോം. നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ എല്ലാവരോടും കൂടെ ഈ ദിവസത്തിൽ ഉണ്ടായിരിക്കട്ടെ. നമ്മളുടെ വീട്ടിലെ മുതിർന്നവർ മുതൽ ചെറിയ കുട്ടികൾക്ക് വരെ അറിയാവുന്നൊരു പാട്ടാണ് തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവ് എനിക്ക് എന്തിനാണ് നാഥ. അവിടുത്തെ നാമത്തെ കീർത്തിക്കാനല്ലെങ്കിൽ എന്തിനാണ് എനിക്ക് നാവ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ യാക്കോബ് ശ്ലീഹ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാകട്ടെ ഇന്നത്തെ ചിന്ത. കയ്പും മധുരവും ഒരു ഉറവയിൽ നിന്ന് പുറപ്പെടുമോ? അങ്ങനെയെങ്കിൽ നാവിൽ നിന്ന് സ്തോത്രവും ശാപവും ഒരുപോലെ പുറപ്പെടുന്നത് എങ്ങനെ എന്ന് ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, അങ്ങനെയല്ലേ ദൈവമേ എൻ്റെ നാവിൽ നിന്നും സ്തോത്രവും ശാപവും ഒരുപോലെ പറയുവാൻ, സ്നേഹവും വഴക്കും ഒരുപോലെ പ്രകടിപ്പിക്കുവാൻ എൻ്റെ നാവിന് ഇടവരുത്തുന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് തിരുനാമ കീർത്തനം പാടുന്നവൻ എന്ന് പറയാൻ സാധിക്കുന്നത്? ഒരു സംവാദം നടക്കുകയാണ്, ഒരു മത്സ്യവും ഒരു മനുഷ്യനും കൂടെ. ആ മനുഷ്യൻ ആരാണെന്നറിയാവോ? ദൈവത്തിൻ്റെ പ്രവാചകനായ യോന പ്രവാചകനാണ്. യോന പ്രവാചകനോട്
ഈ മത്സ്യം ചോദിക്കുകയാണ്, ഹേയ്, നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്? നിങ്ങളെപ്പോലൊരു വലിയ മനുഷ്യൻ എൻ്റെ വയറ്റിൽ കിടന്നാൽ എങ്ങനെയാ എനിക്ക് ശ്വാസം വിടാൻ പറ്റുക? അതും 2-3 ദിവസം ആയല്ലോ നിങ്ങൾ എൻ്റെ വയറ്റിൽ കിടക്കുന്നു. എനിക്ക് നിങ്ങളെ വഹിച്ചുകൊണ്ട് വെള്ളത്തിൽ കൂടെ നീന്താൻ പറ്റുന്നില്ല എന്ന്. മറുപടിയായിട്ട് യോന പ്രവാചകൻ പറയാ, നിന്നോട് ആര് പറഞ്ഞു വായും തുറന്നിരിക്കാൻ? അതുകൊണ്ടല്ലേ വായിൽ വന്ന് കയറിയത്. കഥയിലേക്ക് പോകാല്ലേ. ഒരു ദേശത്ത് പേര് കേട്ട ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ആ പ്രദേശത്തുള്ള വാർത്തകൾ എത്രയും വേഗം പിടിച്ചെടുത്തിട്ട് നാട്ടിൽ മുഴുവൻ കൊണ്ടു നടന്നത് കൊടുക്കുമ്പം കുറച്ചുകൂടിയൊക്കെ കൈ നിട്ട് അതൊന്ന് പൊലിപ്പിച്ച് നല്ല ഭംഗിയാക്കി വേണ്ടേ നമ്മളൊരു കാര്യം അവതരിപ്പിക്കാൻ. ചേച്ചി വളരെ കഴിവുള്ള ആളായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ഈ ചേച്ചീനെ പേടിയാണ്. ആ നാട്ടിലൊരു സന്യാസി വന്നു. ഈ സന്യാസിയോട് ആ നാട്ടിലുള്ള ഒരാൾ പറഞ്ഞു, ഈ ആള് സന്യാസിയുടെ അടുത്ത് വരികയാണെങ്കിലേ ഈ ചേച്ചീനെ ഒന്ന് ഉപദേശിക്കണമെന്ന്. അങ്ങനെ എല്ലാവരെയും പോലെ ഈ ചേച്ചിയും ഈ സന്യാസിയുടെ അടുക്കൽ എത്തിച്ചേർന്നു. സന്യാസി ചേച്ചിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ചേച്ചി കാര്യങ്ങളൊക്കെ പറഞ്ഞു. മാത്രമല്ല, ആ നാട്ടിലെ ഓരോരുത്തരെയും കുറിച്ചും ചേച്ചി സന്യാസിക്ക് പറഞ്ഞു കൊടുത്തു. ഇന്ന സ്ഥലത്ത് താമസിക്കുന്നയാള് ഇന്നയാളാണ്, അതിങ്ങനെയാണ്, അവരുടെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. അടുത്ത വീട്ടിലെ കുറിച്ച് പറഞ്ഞു, അവർക്ക് അനുസരണമുള്ള മക്കളില്ല. അടുത്ത വീട്ടിനെ കുറിച്ച് പറഞ്ഞു, അവര് പാലിൽ വെള്ളം ചേർക്കുന്നവരാണ്. അടുത്ത വീടിനെ കുറിച്ച് പറഞ്ഞു, അവർക്ക് കടമൊക്കെയാണ്, അവരെന്നാലും ഇങ്ങനെ പുറമോടിയായിട്ട് നടക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഓരോരുത്തരെയും കുറിച്ച് സന്യാസിക്ക് പറഞ്ഞു കൊടുത്തേരും. ആ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് സന്യാസിക്ക് നാട്ടുകാർ പറഞ്ഞത് സത്യമാണല്ലോ എന്ന് മനസ്സിലായി. സന്യാസി പറഞ്ഞു, നാളെ രാവിലെ വരിക, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പഠിപ്പിച്ചു തരാം. പിറ്റേ ദിവസം രാവിലെ വളരെ സന്തോഷത്തോടു കൂടി ഈ ചേച്ചി സന്യാസിയുടെ അടുത്ത് വരികയാണേ. സന്യാസി പറഞ്ഞു, അതാ അവിടെ ഒരു കൊട്ട ഇരിക്കുന്നു. ആ കൊട്ട തലയിൽ വെച്ചുകൊണ്ട് ഒരു 2 മണിക്കൂർ ഇങ്ങനെ ചുറ്റും നടക്കുക. അതിനുശേഷം എൻ്റെ അടുത്തേക്ക് വരിക. ആ കൊട്ടയും എടുത്തുകൊണ്ട് ആ ആള് ഈ ചേച്ചിയുടെ അടുക്കേക്ക് വന്നു. ആളുടെ കയ്യിൽ നിന്ന് സന്യാസി ആ കൊട്ടയുടെ മുകളിൽ വെച്ചിരുന്ന അടപ്പ് മാറ്റി. എന്നിട്ട് ഇത് ആ ചേച്ചിയുടെ തലയിലേക്ക് വെച്ചു കൊടുത്തു. ചേച്ചി ഈ കൊട്ട തലയിൽ വെച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. 1-2 മണിക്കൂർ നടന്നു എന്ന് മാത്രമല്ല, വലിയ ഗമയിലാണ് നടക്കുന്നത്. പോകും വഴി എല്ലാവരോടും പറഞ്ഞു, സന്യാസിക്ക് എന്നോട് പ്രത്യേക ഇഷ്ടമുണ്ട്, എന്നെ അനുഗ്രഹിച്ച് ഒരു കൊട്ട നിറയെ സാധനങ്ങൾ എനിക്ക് തന്നിരിക്കുക. എനിക്ക് തിരിച്ച് സന്യാസിയുടെ അടുത്ത് ചെല്ലണം, അതുകൊണ്ട് വർത്താനം പറഞ്ഞ് നിൽക്കാൻ നേരെയില്ല. ഇങ്ങനെ പറഞ്ഞ് ചേച്ചി ഇങ്ങനെ ഓരോരുത്തരോടും അത് തന്നെ പറഞ്ഞ് ഇങ്ങനെ മുന്നിലോട്ട് പോവാണ്. കറങ്ങി തിരിഞ്ഞ് ചേച്ചി സന്യാസിയുടെ അടുത്തെത്തി. സന്യാസിയുടെ അടുത്തെത്തിയിട്ട് സന്യാസിയുടെ മുൻപിൽ ഈ ചേച്ചി കൊട്ട ഇറക്കി വെക്കട്ടെ എന്ന് ചോദിച്ചു. സന്യാസി പറഞ്ഞു, ഉവ്വ്, ഇറക്കി വെച്ചോളൂ. അങ്ങനെ ഈ ചേച്ചിയുടെ തലയിലിരുന്ന കൊട്ട ആ സന്യാസിയുടെ കാൽക്കീഴിലേക്ക് ഇറക്കി വെച്ചു. സന്യാസി ചോദിച്ചു, ഇതിനകത്തുണ്ടായിരുന്ന സാധനങ്ങൾ എവിടെ? ചേച്ചി ചോദിച്ചു, എന്തായിരുന്നു ഇതിനകത്ത്? നോക്കരുത് എന്ന് സന്യാസി പറഞ്ഞതുകൊണ്ട് ഞാൻ നോക്കിയില്ല. അപ്പം ചേച്ചി പറഞ്ഞു, എനിക്കറിയില്ല ഇതിനകത്തുള്ള സാധനങ്ങൾ. സന്യാസി മറുപടിയായി പറഞ്ഞു, ഇതിനുള്ളിൽ പല വർണ്ണങ്ങളിലുള്ള തൂവലുകൾ ഉണ്ടായിരുന്നു. പച്ചയും വെള്ളയും ചുമപ്പും മഞ്ഞയും ഒക്കെ അടങ്ങുന്ന പല വർണ്ണങ്ങളിലുള്ള തൂവൽ ഇതിനുള്ളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇതാ ഈ കൊട്ടയ്ക്കുള്ളിൽ ഇപ്പോഴൊന്നുമില്ല. അപ്പോൾ ആ സ്ത്രീ ചോദിച്ചു, അയ്യോ അതെന്ത് പറ്റി? ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. സന്യാസി പറഞ്ഞു, ഇത് ആർക്കും കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞില്ല, എന്നാൽ എവിടെ പോയി എന്നതാണ് എൻ്റെ ചോദ്യം. അവരിങ്ങനെ ഓരോ നടന്ന സ്ഥലവും ആ സന്യാസിയോട് പറഞ്ഞു. സന്യാസി, തൂവലല്ലേ, കാറ്റത്ത് പറന്നു പോയി കാണും. സന്യാസി പറഞ്ഞു, ഉവ്വ്, തൂവൽ കാറ്റത്ത് പറന്നുപോയി. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് 1 മണിക്കൂർ സമയം തരാം. നിങ്ങൾ ഈ ഗ്രാമമെല്ലാം നടന്ന് എൻ്റെ തൂവൽ പെറുക്കിക്കൊണ്ടുവരിക. അപ്പോൾ സ്ത്രീ പറഞ്ഞു, അത്രയേ ഉള്ളോ? വളരെ അനുസരണത്തോടുകൂടി ഈ സ്ത്രീ തിരിച്ച് ഗ്രാമത്തിൽ കൂടെ നടന്ന വഴികളിൽ ഇങ്ങനെ ഓരോന്നിലും നടന്നു പോവുകയാണ്. തിരിച്ച് സങ്കടത്തോടെ വന്നിട്ട് സന്യാസിയോട് പറഞ്ഞു, അയ്യോ സന്യാസി, തൂവലൊന്നും ഞാൻ കണ്ടില്ല. ഇതാ 1-2 എണ്ണം അവിടെയും ഇവിടെയും ഒക്കെ ഉടക്കിക്കിടന്നത് ഞാൻ പെറുക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. സന്യാസി പറഞ്ഞു, പ്രിയപ്പെട്ട മകളെ, ഇവിടെ ഇരിക്കുക. അങ്ങനെ സന്യാസി ആ സ്ത്രീയെ സന്യാസിയുടെ കാൽക്കീഴിലിരുത്തി. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇതുപോലെയാണ് വായിൽ നിന്ന് പോകുന്ന വാക്കുകളും.
ഈ തൂവല് പോലെ നമ്മളറിയാതെ ഇങ്ങനെ കാറ്റിൽ അതിങ്ങനെ പറന്നു പോകും. നമ്മളറിയുന്നില്ല അതെവിടേക്കാണ് പോകുന്നത്. പലരെയും കുറിച്ചും അറിയുന്നതും അറിയാത്തതും പറയേണ്ടതും പറയാൻ പാടില്ലാത്തതും ഒക്കെ നമ്മൾ പറയുമ്പോൾ ഈ തൂവല് പോലെ അതിങ്ങനെ പോകുകയാണ്. വളരെ കുറച്ചു പേരുടെ മനസ്സിൽ മാത്രമേ ഈ തൂവൽ ഉടക്കിക്കിടന്നതുപോലെ കിടക്കാറുള്ളൂ. അല്ലാത്തവരുടെ എല്ലാം വായിൽ നിന്ന്, നിങ്ങളുടെ വായിൽ നിന്ന് പോയതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് പോകുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയാവും. പ്രിയമുള്ളവരെ, നമ്മുടെ വായിലെ വാക്കും നമ്മുടെ വാട്സപ്പിലെ മെസ്സേജുകളും ഒക്കെ ഇപ്പോൾ ഇങ്ങനെ തന്നെയാണ്. എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ പരിണിത ഫലം എന്താണ് എന്നൊന്നും പലപ്പോഴും നമ്മൾ ഓർക്കില്ല. പക്ഷേ കയ്യിൽ നിന്ന് പോകുന്ന കാര്യങ്ങളും വായിൽ നിന്ന് പോകുന്ന വാക്കുകളും ഒന്നും പലപ്പോഴും തിരിച്ചു കിട്ടില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ചിന്തിച്ചു നോക്കിക്കേ, നമ്മുടെ വായിൽ നിന്ന് വരുന്ന ചെറിയ പ്രശ്നങ്ങളല്ലേ വലിയ പ്രശ്നങ്ങളാവുന്നത്. ചെറിയ വാക്കുകളാണ് വലിയ പ്രശ്നങ്ങളാകുന്നത്. നമ്മൾ എത്ര ഭക്തരാണെന്ന് പറഞ്ഞാലും യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ ശ്ലീഹ പറയുന്നുണ്ട്, ഒരുവന് തൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കാതെ ഭക്തനാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഭക്തി ദൈവസന്നിധിയിൽ വ്യർത്ഥമാണ്. രാവിലെ മുതൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും രാവിലെ മുതൽ ഇരുന്ന് വചനം കേൾക്കുകയും വചനം എഴുതിയെടുക്കുകയും ഒക്കെ ചെയ്യുകയും വായിൽ നിന്ന് വചനത്തിന് പകരം മോശ വാക്കുകളാണ് വരുന്നതെങ്കിൽ എൻ്റെ വചന കേൾവി കൊണ്ടും എൻ്റെ പ്രാർത്ഥന കൊണ്ടും എന്താ എനിക്ക് പ്രയോജനം? അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ വീണ്ടും 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കപ്പലിന് ചുക്കാൻ, കുതിരയ്ക്ക് കടിഞ്ഞാൺ ഇവയൊക്കെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റും, പക്ഷെ മനുഷ്യൻ്റെ വാക്കുകളെയോ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. മനുഷ്യൻ്റെ വാക്കുകൾ എന്തുപോലെയാണെന്നാണെന്നറിയോ? മനുഷ്യൻ്റെ വാക്കുകൾ തീ പോലെയാണ്. തീയുടെ പ്രത്യേകത എന്താ? ചെറിയ തീയാണ് വലിയ കാടിനെ കത്തിക്കുന്നത്. ചെറിയൊരു തീപ്പൊരി മതി വലിയൊരു കാടിനെ കത്തിച്ച് ചാമ്പലാക്കാൻ. ഇതുപോലാണ് നമ്മുടെ വീട്ടിലെ വാക്കുകൾ, നമ്മുടെ സമൂഹത്തിലെ വാക്കുകൾ, നമ്മുടെ ദേവാലയത്തിലെ വാക്കുകൾ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞു പുറത്തേക്ക് വരുന്ന പല വാക്കുകളും പലപ്പോഴും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടോ? ദൈവമേ, ഈ ദിവസത്തിൽ എൻ്റെ നാവുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ ആരും വേദനിക്കാൻ ഇടവരരുതേ എന്ന് ഈ ദിവസത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. 2, ദൈവമേ, എൻ്റെ നാവിൽ നിന്നെ സ്തുതിക്കുന്നുവെങ്കിൽ എൻ്റെ നാവിൽ മോശവാക്കുകൾ വരാതെ ഇരിക്കാൻ നീ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. 3, എൻ്റെ നാവിനെ നിയന്ത്രിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതാണ് യോന ആ മത്സ്യത്തോട് പറഞ്ഞത്. യോന പ്രവാചകന്റെ ജീവിതത്തിൽ യോന പ്രവാചകൻ തെറ്റുകൾ ഏറെ ചെയ്തു, ദൈവത്തിൽ നിന്ന് ഓടിപ്പോകാൻ ശ്രമിച്ചു എന്നതാണ് ഒരു തെറ്റ്. 2-ാമത്തെ തെറ്റ്, യോന ദൈവത്തിൽ നിന്ന് ഒളിച്ച് കപ്പലിൻ്റെ അടിയിലിരിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് കപ്പലാടി ഉലഞ്ഞു. കപ്പലിലുള്ളവർ യോനയെ എടുത്ത് വെള്ളത്തിലോട്ട് വിട്ടു. എന്നാൽ വെള്ളത്തിൽ കിടക്കുന്ന യോനയെ ഒരു മത്സ്യം വന്ന് വാ തുറന്ന് വിഴുങ്ങുക ചെയ്തത്. ഈ ദിവസത്തിൽ നമുക്കും ഒരു പ്രതിജ്ഞ എടുക്കാം. ദൈവമേ, അവിടുത്തെ നാമത്തെ കീർത്തിപ്പാനായിട്ട് അവിടുന്ന് എനിക്ക് തന്ന നാവിൽ നല്ലത് മാത്രം പറയുവാൻ, മറ്റുള്ളവർക്ക് വേദന കൊടുക്കാതെ, സ്വയം പാപം ചെയ്യാതെ നല്ല വാക്കുകളെ പറയുവാൻ, നാവിനെ നിയന്ത്രിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു. നന്ദി. പോസിറ്റീവ് വൈബ്സുമായി നിഷ ചേച്ചി റെഡിയാണ്. പുതിയ വീഡിയോയുടെയും ചിന്തകളുടെയും കൂടെ നമുക്കും ഒപ്പം ചേരാം. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. എപ്പോഴെങ്കിലും ജീവിതത്തിൽ നിങ്ങളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ, ഞാൻ മറ്റൊരു വ്യക്തിയായിരുന്നാൽ നന്നായിരുന്നുവെന്ന്? ആരെയെങ്കിലും നോക്കി അതുപോലെ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തിയായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഒരു വീഡിയോ കണ്ടു നോക്കാം.
Why should it be like this? I don't know. It's not fair. Yeah, I know. There's nothing that we can do. I don't want to be like this. Me neither. I wish I was like him. I want to be like him. I want to be like him. I want to be like him. Yes! Sorry to take so long, dear. Are you ready to go now? തൻ്റെ പൊട്ടിപ്പൊളിഞ്ഞ ഷൂവിനെക്കുറിച്ച് ദുഃഖിതനായി നടക്കുന്ന ഒരാൺകുട്ടി. പാർക്കിൽ വെച്ച് നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച, മനോഹരമായ ചെരുപ്പുകൾ ധരിച്ച മറ്റൊരാൺകുട്ടിയെ കാണുന്നു. അവൻ്റെ അടുത്തിരിക്കുമ്പോൾ അവന് അപകർഷത തോന്നുന്നു. അവിടുന്ന് മാറി ഒരു മരച്ചുവട്ടിൽ പോയിരുന്ന് അവൻ സ്വപ്നം കാണുകയാണ്. ബെഞ്ചിലിരിക്കുന്ന മനോഹരമായ വസ്ത്രം ധരിച്ച നല്ല ഷൂവുകൾ അണിഞ്ഞ ആ ആൺകുട്ടിയായി ഞാൻ മാറിയിരുന്നെങ്കിൽ. കണ്ണുകൾ അടച്ച് അവൻ തീവ്രമായി പ്രാർത്ഥിക്കുകയാണ്, ഞാൻ അവനായി മാറട്ടെ, അവനായി മാറട്ടെ എന്ന്. ബെഞ്ചിലിരുന്ന കുട്ടിയായി മാറുന്ന കഥാപാത്രം ഏറെ സന്തോഷിക്കുന്നു. തനിക്ക് കിട്ടിയ പുതിയ വസ്ത്രങ്ങൾ, താൻ അണിഞ്ഞിരിക്കുന്ന മനോഹരമായ ചെരുപ്പുകൾ, അവയിലേക്ക് നോക്കി സന്തോഷിച്ചിരിക്കുമ്പോൾ ഇപ്പുറത്ത് മരച്ചുവട്ടിൽ പൊട്ടിപ്പൊളിഞ്ഞ അവൻ്റെ ഷൂ അണിഞ്ഞ, കീറിപ്പറിഞ്ഞ അവൻ്റെ വസ്ത്രങ്ങൾ അണിഞ്ഞ് ബെഞ്ചിലിരുന്ന കുട്ടി ആഹ്ലാദവാനായി ഓടി നടക്കും. ബെഞ്ചിലിരിക്കുന്ന കഥാപാത്രത്തിൻ്റെ അടുക്കിലേക്ക് വീൽ ചെയറുമായി ഒരു സ്ത്രീ നടന്നു വരികയാണ്. അപ്പോഴാണ് ആ കുട്ടി തിരിച്ചറിയുന്നത് അവന് നടക്കാൻ കഴിയില്ല എന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തെ വളരെ പ്രതീകാത്മകമായി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ചിത്രമാണിത്. പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലെ പല കുറവുകളും നമ്മെ ചിന്തിപ്പിക്കാറുണ്ട്. മറ്റു പലരുടെയും ജീവിതത്തിലേക്ക് നോക്കി അതുപോലെ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ വിഷമിക്കേണ്ടി വരില്ലായിരുന്നു. മറ്റൊരാളായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി സന്തോഷവാനായിരുന്നേനെ, അല്ലെങ്കിൽ സന്തോഷവതിയായിരുന്നേനെ. മറ്റു ചില കാര്യങ്ങൾ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഹാപ്പി ആയിരുന്നേനെ. പക്ഷേ അവരായി മാറുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക നമ്മുടേതിനേക്കാൾ വലിയ ദുഃഖങ്ങൾ, നമ്മുടേതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ, ഭാരങ്ങൾ അവർക്കുണ്ട് എന്നുള്ളത്. അവനവനായിരിക്കുന്ന ജീവിതാവസ്ഥയിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുക എന്നുള്ളതാണ് ജീവിതത്തിൽ പ്രധാനം. വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. സ്നേഹത്തിന്റെ അളവ് സ്നേഹത്തിന് അളവില്ല എന്നതാണ്. ഇന്നത്തെ നിറവയോട് അവസാനിക്കുന്നു. നാളെ ഇതേ സമയം കണ്ടുമുട്ടുന്നതുവരെ പ്രാർത്ഥനയിൽ ഓർക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാരകവ്യാധികൾ പടർന്നിടുമ്പോ ആകുലരാകും മക്കൾക്കായി. മാരകവ്യാധികൾ പടർന്നിടുമ്പോ ആകുലരാകും മക്കൾക്കായി. ധൈര്യം പകരും ആശ്വസിപ്പിക്കും ഇരുതലവാളിനെ വെല്ലും വചനം. ധൈര്യം പകരും ആശ്വസിപ്പിക്കും